Dear students, in this session we are going to see the welfare effects of government intervention. So in the previous classes we were discussing in detail about the different conditions with regard to a perfectly competitive market. Coming to the final part of a perfect competition, we have to see the different welfare effects of government intervention in a perfectly competitive market. So for that we have to discuss the economic efficiency and പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ ഇക്കണോമിക് എഫിഷ്യൻസി നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇക്കണോമിക് എഫിഷ്യൻസി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്ക് അറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് റിഗാർഡഡ് ആസ് ആൻ ഐഡിയൽ മാർക്കറ്റ് കണ്ടീഷൻ ഫ്രം വെയർ ഇക്കണോമിക് എഫിഷ്യൻസി ഈസ് അച്ചീവ്ഡ്. ഒരു ലോങ് റൺ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇക്കണോമിക് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ മാർക്കറ്റ് കണ്ടീഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്കണോമിക് എഫിഷ്യൻസി എന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ആസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി വിത്ത് ദ ലീസ്റ്റ് കോസ്റ്റ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ്. ഏറ്റവും മിനിമം കോസ്റ്റ് അറ്റൈൻ ചെയ്തുകൊണ്ട് കമ്മോഡിറ്റീസ് പ്രൊഡക്ഷൻ നടത്തുക, അതാണ് ഒരു തരത്തിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എക്കണോമിക് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം കോസ്റ്റിൽ പോസിബിളായിട്ടുള്ള മിനിമം കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് ഉപയോഗിച്ച് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവിടെ നമുക്ക് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ്ലി, എക്കണോമിക് എഫിഷ്യൻസി ഈസ് ഓൾസോ റെഫേർഡ് ആസ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതായത് നമുക്കുള്ള റിസോഴ്സസ്, പല റിസോഴ്സസും ലിമിറ്റഡ് ആയിരിക്കാം. അപ്പം നമുക്കുള്ള എല്ലാ റിസോഴ്സസും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ ഏറ്റവും ഒപ്റ്റിമമായിട്ട് ഏറ്റവും ഏത് റിസോഴ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യം മനസ്സിലാക്കി ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഒരു എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്കണോമിക് എഫിഷ്യൻസിനെ നമുക്ക് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടേം ചെയ്യാനായിട്ട് പറ്റും. In the long run competitive equilibrium, we have already seen that price must be equal to minimum long run average cost. പ്രൈസും ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിൻറ്റും ഈക്വൽ ആയിട്ട് വരണം എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നോ ഇക്കണോമിക് പ്രോഫിറ്റ് ഓർ ലോസസ് ആർ മെയ്ഡ്. അപ്പോൾ ആ ഒരു പ്രൈസും ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിൻറ്റും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ പ്രോഫിറ്റ്, എക്കണോമിക് പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല, നോർമൽ സിറ്റുവേഷൻ അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞ പ്രൈസും മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റും കൂടി മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്. ഇൻ എ കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം for a competitive equilibrium condition, price equal marginal cost as a condition of profit maximization. അതുപോലെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു, പ്രൈസ് മസ്റ്റ് ഓൾസോ ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് നമ്മൾ ഈ ഒരു പ്രൈസ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു ഈച്ച് അതർ. ഈ കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഐഡൻറ്റിഫൈ ചെയ്തത്. Now in a perfectly competitive market, market mechanism leads to an optimal allocation of resources. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർക്കറ്റ് മെക്കാനിസം തന്നെയുണ്ട്. മാർക്കറ്റ് സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഈ ഒരു മാർക്കറ്റ് മെക്കാനിസം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഒപ്റ്റിമൽ റിസോഴ്സസിനെ ഏറ്റവും ഒപ്റ്റിമലായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലുണ്ട്. ആൻഡ് ദ ഒപ്റ്റിമാലിറ്റി ഈസ് ഷോൺ ബൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഒരു ലോങ് റൺ ഇക്വിലിബ്രിയം കേസിലുള്ള ചില കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒപ്റ്റിമാലിറ്റി കാണാനായിട്ട് സാധിക്കും. ഒപ്റ്റിമാലിറ്റി ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് മിനിമം കോസ്റ്റ്. ഏറ്റവും മിനിമം കോസ്റ്റിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അത് എഫിഷ്യൻസിയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. സെക്കൻഡ്, കൺസ്യൂമേഴ്സ് പേ ദ മിനിമം പോസിബിൾ പ്രൈസ് വിച്ച് ജസ്റ്റ് കവേഴ്സ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം മാർജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റും പ്രൈസും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എപ്പോഴും ആ ഒരു മിനിമം മാർജിനൽ കോസ്റ്റ്, ആ ഒരു മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും പേ ചെയ്യാനായിട്ട് അവർ റെഡിയാകുക. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈസ് അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തന്നെ ആയിരിക്കും. തേർഡ് കണ്ടീഷൻ മീൻസ്
പ്ലാന്റ്സ് ആർ യൂസ്ഡ് അറ്റ് ഫുൾ കപ്പാസിറ്റി ഇൻ ദ ലോങ് റൺ. മെഷീൻസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഓരോ ഇൻഡസ്ട്രിയിലും. അപ്പോൾ അവിടെയുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ അവിടെയുള്ള മെഷീനുകളൊക്കെ ഏറ്റവും ഫുള്ളി ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പം അവിടെ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ഇല്ല. അപ്പോൾ നമുക്കുള്ള റിസോഴ്സസ് നമ്മൾ ഏറ്റവും മാക്സിമം ഉപയോഗിച്ചു. ആൻഡ് ലാസ്റ്റ് ഇസ് ഫേംസ് ഓൺലി ഏൺ നോർമൽ പ്രോഫിറ്റ്. അത് നമ്മളെപ്പോഴും പറയുന്നുണ്ട്, ലോങ് റൺ ഇക്വിലിബ്രിയം ഒക്കെ പറയുമ്പം നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ മാത്രമേ ഫേംസ് അറ്റൈൻ ചെയ്യുള്ളൂ. എക്സസ് പ്രോഫിറ്റ് വന്നാൽ അവിടെ ന്യൂ ഫേംസിൻ്റെ എൻട്രിയും ലോസ് വന്നാൽ അവിടെ ഉള്ള ഫേംസിൻ്റെ എക്സിറ്റും സംഭവിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും വരാതെ നോർമൽ പ്രോഫിറ്റാണ് എപ്പോഴും ഫേംസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസിൻ്റെ എല്ലാം ബേസിസിൽ നമുക്ക് പറയാം ദർ ഇസ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. So these conditions will prevail on all markets, so resources are optimally allocated. If we assume നമ്മളൊരു assumption നടത്തുകയാണ് that there are only two commodities, ഒരു മാർക്കറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു where there are only two commodities X and Y. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ അലോക്കേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ വി ഓൾറെഡി നോ ദാറ്റ് ദീസ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഓർ ദ റിസോഴ്സ് അലോക്കേഷൻ ഇസ് റെപ്രസെൻറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ് ശരിക്കും ആ റിസോഴ്സ് അലോക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്. അപ്പം എക്സും വൈയും രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിൽ ദിസ് കർവ് വിൽ ഷോ ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ദീസ് ടു കമ്മോഡിറ്റീസ് എക്സ് ആൻഡ് വൈ വിതിൻ ദ ഗിവൺ റിസോഴ്സസ്. ഉള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എങ്ങനെ എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ ഏത് രീതിയിൽ എക്സും വൈയും പ്രൊഡക്ഷൻ നടത്തുമ്പോഴാണ് അവിടെ ഒപ്റ്റിമം അലോക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ എത്തുന്നത്, ആ പോയിന്റ് നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. നൗ സിമിലർലി ദ പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, ഇത് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് നമ്മൾ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവ്. So it is also a graph showing the combination of different commodities with equal satisfaction and utility by the consumer. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇൻഡിഫറൻസ് കർവിൽ പല കമ്മോഡിറ്റീസ് എക്സും കാണും വൈയും ഉണ്ട്. ഈ കമ്മോഡിറ്റീസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്താലാണ് ബോത്ത് എക്സ് ആൻഡ് വൈ ഷുഡ് ഗീവ് ഈക്വൽ യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ഈ പ്രിഫറൻസ് ഈക്വൽ പ്രിഫറൻസ് വരുന്ന രീതിയിൽ എങ്ങനെയാണ് എക്സും വൈയും അലോക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റീസ് അലോക്കേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. അതാണ് ഇൻഡിഫറൻസ് കർവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൗ ഗിവൺ ദിസ് ടു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും ഉണ്ട്, കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് കാണിക്കുന്ന ഇൻഡിഫറൻസ് കർവ് നമുക്കുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിൽ ലീഡ് ടു ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ആൻഡ് ദിസ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ point of tangency of given production possibility curve with the highest possible indifference curve. ഈ ഒരു പോയിന്റ് ഏതാണോ അതായിരിക്കും അവിടുത്തെ ഒപ്റ്റിമൽ അലോക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും ഉണ്ട്, ഇൻഡിഫറൻസ് കർവും ഉണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻഡിഫറൻസ് ഏറ്റവും ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജൻ്റ് ആകുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആയിരിക്കും ഒപ്റ്റിമൽ അലോക്കേഷൻ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ കമ്മിങ് ഫിഗർ. സോ ഇൻ ദ ഫോളോയിങ് ഫിഗർ ഒപ്റ്റിമൽ അലോക്കേഷൻ ഇസ് റീച്ച്ഡ് അറ്റ് പോയിന്റ് ഇ. നമുക്ക് ഫിഗർ നോക്കാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ എക്കോണമി യൂസസ് ഓൾ ദ റിസോഴ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ് അറ്റൈൻ ഹയസ്റ്റ് പോസിബിൾ വെൽഫെയർ. അപ്പോൾ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും അവിടെ നടക്കണം, കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ആ ഒരു പോയിന്റാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആൻഡ് ഇൻ ദിസ് ഫിഗർ ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു ടി ഡാഷ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ടി ഡാഷ് ആണ് പ്രൊഡക്ഷൻ, ഇത് ഈ ഒരു ടി ഡാഷ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. IC1, IC2, IC3 ഒക്കെയാണ് നമ്മുടെ എന്താ ഇൻഡിഫറൻസ് കർവുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഏതാണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ IC1 ഉണ്ട്, IC2 ഉണ്ട്, IC3 ഉണ്ട്. IC3 ആണ് ഹയസ്റ്റ് പ്രിഫറൻസ് ഉള്ള പോയിന്റ്. പക്ഷെ അവിടെ ആ ഒരു പോയിന്റ് വരെയുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്
എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും ഓക്കെ, ഈ ടി ടി ഡാഷ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും നമ്മുടെ ഈ രണ്ടാമത്തെ IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റ്, അല്ലെങ്കിൽ അത് ടാൻജൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്, അത് കൂട്ടിമുട്ടുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായിരിക്കും ഇവിടുത്തെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമം അലോക്കേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് പോയിന്റ് വിൽ ബി ദ point will be the optimum allocation. So at point E, MRT XY is equal to MRS XY is equal to PX by PY. That is price of commodity X ഉണ്ട്, price of commodity Y ഉണ്ട്. So this will be equal. അപ്പോൾ ഈ IC1, IC2, IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവുകളുണ്ട്. And the point E where the T dash production possibility curve is tangent to IC2 indifference curve, and this is the optimum allocation point under a perfectly competitive market. So the satisfaction or welfare of consumers is maximum at point E, which represent OM quantity of X and ON quantity of Y. അപ്പോൾ OM quantity of X ഉം ON quantity of Y ഉം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റിലാണ് എഫിഷ്യൻസി, എക്കണോമിക് എഫിഷ്യൻസി നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം വെൽഫെയർ കൺസ്യൂമേഴ്സ് അറ്റൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇക്കോണമി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തുന്നത്. Thus the product combination produced by the producers is in accordance with the preference of the consumers and maximize their satisfaction. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രിഫറൻസ്, കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസും അവിടെ കൺസിഡർ ചെയ്യുന്നു, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷനിലും എത്തുന്ന പോയിന്റ് ആണ്. ഈ ഒരു ടാൻജൻ്റ് ആണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്, PX by PY. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി കർവ്, പ്രൈസ് ഓഫ് X ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് Y. Thus economic efficiency is achieved under perfect combination. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കമ്മോഡിറ്റീസ് അലോക്കേറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ എത്ര കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിലും ആ കമ്മോഡിറ്റീസിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും എവിടെ അറ്റൈൻ ചെയ്യുന്നോ ആ പ്രൊഡക്ഷൻ, ആ ലെവൽ വരെ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഇക്കണോമിക് എഫിഷ്യൻസി നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇക്കണോമിക് എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് വെയർ വി വിൽ അറ്റൈൻ ദി വെൽഫെയർ എഫക്ട്സ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. താങ്ക് യു.